ഇന്നൊരു അടിപൊളി ഡീറ്റാൻ പാക്കാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. ഈ വെയിലൊക്കെ കൊണ്ട് ചൂടത്തൊക്കെ പോയി കരുവാളിച്ചൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മൾ സ്കിൻ ടോൺ അണിവണൊക്കെ മാറി ഈവൺ സ്കിന്നിലേക്ക് വരും. വളരെ ഈസി ആയിട്ട് റെഡിയാക്കാം കേട്ടോ. വെൽക്കം ബാക്ക് ടു ടിപ്സ് ബൈ ഷാനി ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ചൂട് കാലമാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ അവസ്ഥയാണ് പറയുന്നത് കേട്ടോ. ഇനി പുറത്തുള്ളവർക്ക് ഓരോ സ്ഥലത്ത് ഓരോടെയും നമ്മൾ സെയിം ക്ലൈമറ്റ് ആവണമെന്നില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മളുടെ കേരളത്തിൽ നല്ല ചൂടാണ്, സമ്മർ സീസണാണ്, സമ്മറാണ്. അപ്പോൾ വെയിലത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാതെ പുറത്ത് പോകരുത്. അത് വീണ്ടും വീണ്ടും ഞാൻ എടുത്ത് പറയുകയാണ്. സൺസ്ക്രീൻ ഇല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് പോകണ്ടെന്ന് വെച്ചോളൂ. ഇനി അതെല്ലാം നിർബന്ധമാണെങ്കിൽ നമ്മൾ കൊടയൊക്കെ ചൂടി വേണം പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. സൺസ്ക്രീൻ അപ്ലൈ ചെയ്താലും കൊടയോ എന്തെങ്കിലും വെച്ച് മാക്സിമം നമുക്ക് ഡയറക്റ്റ് നമുക്ക് സ്കിന്നിലേക്ക് എന്താ പറയുക, സൂര്യപ്രകാശം നേരിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് തട്ടുന്ന രീതിയിൽ ഒരിക്കലും നമ്മൾ പോകരുത്. ഫേസ് പറ്റുന്ന രീതിയിൽ കവർ ചെയ്ത് വെക്കുന്നതും നല്ലതായിരിക്കും. നമുക്ക് എത്രത്തോളം ശ്രദ്ധിക്കാൻ പറ്റുമോ അതൊക്കെ ശ്രദ്ധിക്കുക. അല്ലാതെ നമുക്ക് ഓക്കെ വെയിലാണ് ഇങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ പോവല്ല ചെയ്യേണ്ടത്. മാക്സിമം കവർ ചെയ്യുക, കൊട എന്തെങ്കിലും എടുക്കുക, അതൊക്കെ ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ടൈമിൽ ഒരുപാട് പേരുടെ സ്കിന്നിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടൈമിൽ ടാൻ എന്നുള്ളതാണ് അല്ലേ. ഭയങ്കരമായിട്ട് ടാൻ ഇഷ്യൂ ഒക്കെ ഉണ്ടാവും. ടാൻ വരുമ്പോൾ വരിക എന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ ഡെയിലി വെയിലത്തൊക്കെ പോയി കഴിഞ്ഞ് വന്നാൽ നമുക്ക് ഓരോ ദിവസവും നമുക്കിത് എന്താ പറയുക, സ്കിൻ ഡള്ളായി വന്നു അത് പിന്നെ അത് അങ്ങനെ പെർമനൻ്റായി പോകുന്നത് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. അണ്ണിമണക്കിയായി മാറും സ്കിന്നും. അപ്പോൾ അത് വരാതെ ഇരിക്കണം. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗമാണ് നമുക്ക് ഫേസ് എന്ന് പറയുന്നത്. പെട്ടെന്ന് തന്നെ നമുക്കത് അഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും പറയുന്നത്, ഒരിക്കലും സൺസ്ക്രീൻ ഇല്ലാതെ പുറത്ത് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് വേണം പോകാൻ. സൺസ്ക്രീൻ ഇടുമ്പോൾ സ്കിൻ കെയർ ചെയ്തിട്ട് വേണം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ. അതായത് മോയ്സ്ചറൈസറൊക്കെ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനായിട്ട്. ക്ലെൻസ് ചെയ്യണം, ടോൺ ചെയ്യണം, മോയ്സ്ചറൈസർ ഇടണം, ദെൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. ഒരു കാരണവശാലും സൺസ്ക്രീൻ മാത്രമായിട്ട് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പാടില്ല. ചിലവർക്ക് അറിയുന്നില്ല. കാരണം സൺസ്ക്രീൻ എന്താണെന്നോ ഒന്നും തന്നെ അറിയാത്തത് കൊണ്ട് നമ്മളത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പോലും അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അത് നമ്മൾ വാങ്ങിച്ചിട്ട് എന്താ പറയുക, എന്തെങ്കിലും ക്രീം അപ്ലൈ ചെയ്യുന്ന പോലെ ഡയറക്റ്റ് കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ അതൊന്നും ചെയ്യാൻ പാടില്ല. കറക്റ്റായിട്ട് നമ്മളുടെ സ്കിൻ എന്താണോ അതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അതിനുള്ള സൺസ്ക്രീൻ മേടിക്കുക. എന്നിട്ട് അത് നമ്മൾ മോയ്സ്ചറൊക്കെ ചെയ്തതിന് ശേഷം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ പുറത്ത് പോകുന്നതിൻ്റെ 20 മിനിറ്റ് മുമ്പ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കണം. അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ അപ്ലൈ ചെയ്ത് ഉടനെ തന്നെ വെയിലത്ത് ഇറങ്ങാനൊന്നും പാടില്ല. നമ്മൾ തിരക്ക് പിടിച്ച് രാവിലത്തെ നമുക്ക് റൊട്ടീനും തിരക്കൊക്കെ ആയിരിക്കും. ആ ഒരു ടൈമിൽ വേഗം എന്താ പറയുക, പ്രൊഡക്റ്റൊക്കെ നമ്മൾ മോയ്സ്ചർ ഇടുക അല്ലെങ്കിൽ സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്യുകയൊക്കെ ചെയ്തിട്ട് നമ്മൾ തിരക്ക് പിടിച്ച് ഓടും. അപ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ തന്നെ വേർക്കും ഒരുമാതിരി ഉണ്ടാവും. നമ്മളുടെ സ്കിന്നൊക്കെ ഒരുമാതിരി ഓയിലാവുന്ന പോലെയോ വേർത്തൊഴുകുന്ന പോലെയൊക്കെ ആയിട്ടുണ്ടാവും. നമുക്കൊരിക്കലും അത് അങ്ങനെ, കാരണം സ്കിന്നിലേക്ക് ഇത് സെറ്റായിട്ടില്ല. സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് കഴിയണം നമ്മൾ. എന്നാലേ നമ്മൾ സൺസ്ക്രീനൊക്കെ കൊടുത്തു കഴിഞ്ഞ് 20 മിനിറ്റ് കഴിഞ്ഞാലേ സ്കിന്നിലേക്ക് കറക്റ്റ് ആവത്തുള്ളൂ. അതിന് ശേഷമേ പുറത്ത് പോകാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നിങ്ങൾ രാവിലത്തെ ടൈമൊക്കെ കറക്റ്റ് ചെയ്ത് വേണം ഇതൊക്കെ ചെയ്യാൻ. കാരണം അല്ലാതെ നിങ്ങൾ എന്ത് സൺസ്ക്രീൻ ഇട്ടിട്ടും ഒരു ഗുണവും ഉണ്ടാവില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമുക്ക് ഒരു ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിലും ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്, വീണ്ടും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതും നല്ലതായിരിക്കും. ഈ ചൂടത്തെപ്പോഴും കണ്ടിന്യൂസ് ചൂടത്തൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു 3 മണിക്കൂർ കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് മോയ്സ്ചർ ഇട്ട് സൺസ്ക്രീൻ അപ്ലൈ. ഇതൊക്കെ പറ്റുന്നവർ ചെയ്യുക, അല്ലാത്തവർ വീട്ടിൽ വന്നിട്ട് ഫേസ് വാഷ് ചെയ്ത് മോയ്സ്ചറൈസർ മാത്രം ഇടും. 5 മണിക്ക് ശേഷം നമുക്ക് സൺസ്ക്രീനിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതിന് മുമ്പ് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് നോക്കാം നമ്മൾ എന്താണ് നമ്മളുടെ ഡീറ്റാൻ അത് അറിയണ്ടേ, എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. കാരണം ഇപ്പോൾ കുറേ പേരുടെ കമൻറ്റ് വരും ഇങ്ങനെ വലിച്ചു നീട്ടി പോവാണെന്ന്. ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് പോവുക. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഓരോ കാര്യങ്ങളും പറയുമ്പോഴും അത് ക്ലിയർ ചെയ്ത് അത് ഓപ്പോസിറ്റ് നമ്മൾ പറയുന്നത് കേൾക്കുന്നവർക്ക് മനസ്സിലാവണം എന്ന ഉദ്ദേശത്തിലാണ്. വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോകാൻ വേണ്ടി ഞാൻ പറയാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് അത് കേൾക്കാനൊക്കെ സമയമുള്ളവർ കേട്ടാൽ മതി, അല്ലാത്തവർ വീഡിയോ സ്കിപ്പ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. നമുക്ക് അതിനായിട്ട് കുറച്ച് കടലമാവ് എടുക്കാം. കടലമാവിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ എപ്പോഴും പറയും മഞ്ഞൾ പൊടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കറിക്ക് ഉപയോഗിക്കുന്നതൊന്നും എടുക്കാതെ. നമുക്ക് ഇത് കിട്ടും ആയുർവേദിക് ഷോപ്പിൽ, ഈ കസ്തൂരി മഞ്ഞളുടെ പൊടിയൊക്കെ കിട്ടും. അങ്ങനത്തെ എടുത്താലും നല്ലതായിരിക്കും കേട്ടോ. പൊടി പൗഡറായിട്ട് കിട്ടും, അതെടുക്കുക. മഞ്ഞൾപ്പൊടി കുറച്ചെടുക്കുക കേട്ടോ. ഒരു പിഞ്ച് മതി, ഒരുപാട് വേണമെന്നില്ല, ഒരു പിഞ്ച് എടുക്കുക. ദെൻ 1 to 1.5 സ്പൂൺ കടലമാവ് എടുക്കാം. അതിലേക്ക് ഒരു പിഞ്ച് നമുക്ക്
നമ്മളുടെ മഞ്ഞൾപ്പൊടി എടുക്കുക. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഹണി ആഡ് ചെയ്ത് കൊടുക്കുക. ഹണി നിർബന്ധമാണ് കേട്ടോ, ഹണി ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമുക്ക് ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഗ്ലിസറിനാണ് എടുക്കുന്നത് കേട്ടോ. ഗ്ലിസറിൻ നമുക്ക് 1 സ്പൂൺ നമുക്ക് ഗ്ലിസറിൻ കുറച്ച് 1 സ്പൂണും വേണ്ട, കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക ഗ്ലിസറിൻ. അപ്പോൾ അത് എടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. എന്നതിന് ശേഷം നമ്മൾ അത് മാത്രമല്ല, ഡ്രൈ സ്കിൻ ആണെങ്കിൽ മാത്രം ഗ്ലിസറിൻ ആഡ് ചെയ്യുക കേട്ടോ. ഒരുപാട് ഡ്രൈ അല്ല, ഓയിലിയാണ് സ്കിന്നെങ്കിൽ ഗ്ലിസറിൻ നമുക്ക് വേണ്ട, അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഗ്ലിസറിൻ കുറച്ച് എടുക്കുക, പക്ഷേ അത് ഡ്രൈ സ്കിൻ ആണെങ്കിൽ മാത്രം എടുത്താൽ മതി. ഓയിലി ആണെന്നുണ്ടെങ്കിൽ അത് എടുക്കണ്ട. അതും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ പറഞ്ഞു തരുവാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യുക. ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഫേസ് നന്നായിട്ട് ക്ലിയർ ചെയ്യുക. എപ്പോഴും എന്ത് പാക്ക് യൂസ് ചെയ്യുമ്പോഴും ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ചെയ്യുക കേട്ടോ. ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലിയർ ചെയ്തതിന് ശേഷം ക്ലെൻസ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ക്ലെൻസ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈവണായിട്ട് നമ്മൾ ഫേസിൻ്റെ എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് ഈവൻ നെക്ക് ഉൾപ്പെടെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തതിന് ശേഷം ഇത് ഒരു 2 to 3 മിനിറ്റെങ്കിലും സമയമെടുത്ത് നന്നായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്യില്ലേ, ആ രീതിയിൽ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് വാഷ് ഔട്ട് ചെയ്യുക. ഭയങ്കര റിസൾട്ടായിരിക്കും കേട്ടോ. ടാൻ എല്ലാം മാറി ക്ലിയർ ആയിട്ട് കിട്ടും സ്കിന്ന്. അപ്പോൾ ഞാൻ വീണ്ടും പറയാം, ഗ്ലിസറിൻ ആഡ് ചെയ്യേണ്ടത് ഡ്രൈ സ്കിൻ ആണെങ്കിൽ മാത്രം ആഡ് ചെയ്യുക. ഓയിലി ആണെങ്കിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒരു 5 മിനിറ്റ് 2 to 3 മിനിറ്റ് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്യുക. സൂപ്പറായിരിക്കും. അൺഈവൺ മാറും, ടാൻ മാറും, എല്ലാം തന്നെ റെഡിയാവും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ എന്താ പറയുക, ഇന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു ചൂടിനനുസരിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇപ്പോഴത്തെ ക്ലൈമറ്റിനനുസരിച്ച് നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് ടാൻ എന്നുള്ളത്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ഇന്ന് ഞാൻ പറഞ്ഞു തന്ന കാര്യം. പക്ഷേ ഇതിൻ്റെ കൂടെ നിങ്ങൾ പ്രോപ്പർ സ്കിൻ കെയർ ചെയ്താൽ മാത്രമേ നമ്മളുടെ സ്കിൻ ക്ലിയർ ആയിട്ട് പോകത്തുള്ളൂ. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് അതും കൂടി ശ്രദ്ധിക്കുക. സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ ഓരോരുത്തരും അവരവരുടെ ഏജ്, അവരവരുടെ സ്കിൻ്റെ ടെക്സ്ചർ, സ്കിൻ്റെ പ്രശ്നം, അതിനുള്ളത് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. കറക്റ്റായിട്ട് നമ്മളുടെ സ്കിന്നിന് കറക്റ്റായിട്ട് പോകണം. നമുക്ക് എപ്പോഴും ഒരു ക്ലിയർ സ്കിൻ വേണം, ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കിൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ടുള്ള സ്കിൻ കെയർ നിങ്ങൾ ചെയ്തേ പറ്റൂ. ഇപ്പോഴും ചില ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നുണ്ട്, എന്താണ് സ്കിൻ കെയർ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലും അറിയാത്ത ആൾക്കാരാണ്. എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ലല്ലോ. അപ്പോൾ അറിയാത്ത ആൾക്കാരാണ് ഉള്ളത്. അപ്പോൾ നമ്മൾക്ക് എല്ലാവരുടെയും ആഗ്രഹം എന്താണ്? സ്കിൻ ക്ലിയർ ആയിരിക്കണം, നല്ല ക്ലിയർ സ്കിൻ കിട്ടണം, പിഗ്മെൻറ്റേഷനോ ടാനോ ഡ്രൈനെസ്സോ ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നെല്ലാവർക്കും ആഗ്രഹം. പക്ഷെ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മളുടെ സ്കിന്നിനെ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുകയും സ്കിൻ കെയർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല, നിങ്ങളുടെ സ്കിന്നിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്തവരാണെങ്കിൽ നമ്മളിവിടെ ഞാൻ ഗൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ സ്കിൻ എന്താണെന്നുള്ളത് നമ്മൾ കൺസൾട്ട് ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന പ്രൊഡക്റ്റും കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ പറഞ്ഞുതരും. അത് കറക്റ്റായിട്ട് ഒരു 3 മാസത്തെ ഗൈഡൻസ് ആണ് വരുന്നത്. അതിൽ നിങ്ങളുടെ സ്കിന്നിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അതെല്ലാം നമുക്ക് ക്ലിയർ ചെയ്തുകൊണ്ട് ഒരു ക്ലിയർ സ്കിൻ എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അതിന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 5000 റുപ്പീസ് നമുക്ക് ഫീസ് വരുന്നുണ്ട്. അപ്പോൾ വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും കേട്ടോ. അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങളുടെ സ്കിൻ്റെ ടെക്സ്ചർ അത് ഏത് പ്രായത്തിലായിക്കോട്ടെ. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് വന്നു, എനിക്ക് 55 വയസ്സോ 60 വയസ്സായി എനിക്കിതിൽ വരാൻ പറ്റും. നോ പ്രോബ്ലം. ഏത് വയസ്സിലാണെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ നമ്മളുടെ സ്കിൻ ഓക്കെ, നമുക്കൊരു ക്ലിയർ സ്കിൻ വേണമെന്ന് നമ്മളുടെ ആഗ്രഹമാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യുക. ഒരു ടെൻഷനും വേണ്ട. കാരണം ആർക്കും അറിയില്ല. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ് ക്ലിയർ ആവണം, നമ്മളുടെ സ്കിന്ന് നല്ല അടിപൊളി ആവണം എന്നുള്ളത്. പക്ഷെ അതിന് എന്ത് ചെയ്യണം, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെയാണ് ഞാനൊരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുക? പരസ്യം കണ്ട് മാത്രം നമുക്ക് മേടിച്ച് ശീലമേ ഉള്ളൂ. അതുകൊണ്ട് പരസ്യം കണ്ടിട്ട് ഒരു പ്രൊഡക്റ്റും മേടിക്കരുത്. കാരണം അതൊന്നും നമുക്ക് സ്യൂട്ടാവില്ല. അത് ആ ഒരു സത്യം ആദ്യം മനസ്സിലാക്കുക. നമുക്ക് വേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കി വേണം ചെയ്യാൻ. നമ്മൾ ഓൺലൈനാണ് കൺസൾട്ട് ചെയ്യുന്നത്, വീഡിയോ കോൾ വഴിയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങളുടെ ഫേസിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. എന്നിട്ടാണ് ഞാൻ അതിൻ്റെ പ്രൊഡക്റ്റും കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു തരുന്നത്. ഒരു ടെൻഷനും വേണ്ട. കെമിക്കലോ കാര്യങ്ങളോ 10 ദിവസം കൊണ്ട് വെളുക്കണ പ്രൊഡക്റ്റുകളോ സൈഡ് എഫക്റ്റ് വരുന്നതോ ഒന്നും 100% അതൊന്നും ഉണ്ടാവില്ല. നമ്മൾ ചെയ്യുന്നത് നിങ്ങളുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കിൻ, അത് ലൈഫ് ടൈമിലേക്ക് നമുക്കൊരു റിസൾട്ടാണ്. അല്ലാതെ കുറച്ച് മാസങ്ങൾക്കുള്ളതല്ല. എല്ലായ്പ്പോഴും നമ്മൾ പറഞ്ഞു തരുന്നത് പ്രൊഡക്റ്റ് നമ്മൾ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൈഫ് ടൈം നമ്മളുടെ സ്കിൻ ആരോഗ്യത്തോടു കൂടിയിട്ടും ക്ലിയർ ആയിട്ടും ഇരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ഡീറ്റാൻ്റെ പാക്ക് എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് റിസൾട്ട് അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, മടിയും വേണ്ട.
അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.